എന്തോ എനിക്കത് ഇഷ്ടമാണ്. എത്രാമത്തെ? വാ കേറിക്കോ. ഇത് മറ്റവല്ലടാ. എടി നീ ഇപ്പോഴും അത് ആലോചിച്ചോണ്ടിരിക്കണ? നിന്റെ കല്യാണാലോചന വരുമ്പോഴല്ലേ അപ്പൊ നോക്കിയാ പോരെ? ഇപ്പൊ നീ പഠിക്കണല്ലേ വേണ്ടേ? ഓ, പഠിത്തം കഴിയണവരൊന്നും അവര് നിൽക്കൂല. പിന്നെ നമ്മുടെ കാര്യം പറയാന്ന് വെച്ചാൽ ജാതി മതവും പറഞ്ഞ ഒരു അലമ്പുണ്ടാക്കും. ഇനി അതല്ല ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാന്ന് വിചാരിച്ചാലോ? നിനക്കാണെങ്കിൽ പറയാനായിട്ടൊരു പണിയുമില്ല. അതെന്താണ് പിന്നെ അങ്ങനെ ഒരു സംസാരം? ഒന്നില്ലേലും ഞാൻ സീനിയർ ആയിട്ടുള്ളൊരു കരാട്ടെ മാസ്റ്റർ അല്ലേ? കരാട്ടെ മാസ്റ്റർ? നിനക്ക് എന്റെ അപ്പൻ്റെ ഒപ്പം മില്ലിലെ പണി നോക്കിയാൽ എന്താ കുഴപ്പം? എടി ഞാനും അപ്പനുമായിട്ട് പ്രൊഫഷണലി സെറ്റ് ആവൂല. ഡോണിക്ക് അപ്പനെ ഡീൽ ചെയ്യാറിയുള്ളൂ. പിന്നെ എന്റെ വിഷയം കുറച്ച് വേറെയാണ്. നീ ഇതിന്റെ വിഷനും വെച്ചോണ്ടിരുന്നോ? പറഞ്ഞാലും മനസ്സിലാവില്ല. എടി ടെൻഷൻ ആവല്ലേ, എല്ലാം പെട്ടെന്ന് സെറ്റാക്കിയാ പോരെ? എടി സെറ്റാക്കാന്ന്. എന്താ ചിരിക്കൂലേ വെറുതെ? എന്റെ പൊന്ന് സേവ് എന്റെ കയ്യിൽ നിന്ന് പോണേന്ന്. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ. എൻ്റെ പൊന്നു വച്ചാണ് ഞാൻ എന്ത് പറയാനാണ്. നിന്റെ കല്യാണക്കാര്യവും പറഞ്ഞ് ഫിലിപ്പാപ്പിൻ്റെ അടുത്ത് എങ്ങാനും ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ മില്ലിലും മെഷീനിലിട്ട് അറക്കും ഇങ്ങനെ, മനസ്സിലായ? പിന്നെ കുഞ്ഞോളമ്മയുടെ അടുത്തൊന്നും ഇത് പറഞ്ഞാൽ വർക്കൗട്ടോ എന്ന് എനിക്ക് തോന്നണില്ല. എടാ ഡോണി അവിടെ പുലർന്ന് നിൽക്കുമ്പോൾ നിന്നെ ആദ്യം കെട്ടിച്ചോണ്ട് നിനക്ക് തോന്നണ്ട. പിന്നെ ഞാൻ അവിടെ ഒളിച്ചോടട്ടെ. ആ അതാണ് ബെസ്റ്റ്. സേവി അല്ല വേറെ വഴി ഉണ്ട്, പക്ഷേ ഇച്ചിരി വളഞ്ഞ വഴിയാണ്. എന്താണ്? ഒരാൾ വിചാരിച്ച എല്ലാത്തിനും ഒരു തീരുമാനം ഉണ്ടാവും. ആര്? സെറ്റല്ലേ? എടാ സെറ്റാണ്, നീ പോടാ. ഹാപ്പി ക്രിസ്മസ് ടു ഓൾ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. പൊക്കോ പൊക്കോ, ക്ലാസ്സിൽ പൊക്കോ, ക്ലാസ്സിൽ പൊക്കോ. അവൻ്റെ ഒരു ഹുസ്. ഞാൻ ഈ പറയണ കാര്യം വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. നീ മനസ്സിന് ടെൻഷൻ ആക്കാത്ത കാര്യം പറയടാർക്കാ. വീട്ടില് ചെറിയ പൊട്ടലും ചീറ്റലൊക്കെ ഉണ്ട്. പൊട്ടലും ചീറ്റലാ? നമ്മുടെ ഡോണിക്ക് ഒരു കല്യാണാലോചന. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരും അറിഞ്ഞിട്ടില്ല. ഇന്നലെ അപ്പനമ്മയോട് പറഞ്ഞേ, ഞാൻ ഒരു ഒതുക്കത്തി കേട്ടേ. നമ്മുടെ അപ്പൻ്റെ ഒരു കസിൻ ഇല്ലേ, പറയതളപ്പൻ, അയാളുടെ മോളില്ലേ ജീന, അവളായിട്ടാണ്. ആ പെണ്ണോ? ആ പള്ളിയിലൊക്കെ വെച്ച് പലതവണ അവള് ഡോണീനെ നോക്കണത് ഞാൻ കണ്ടിട്ടുള്ളതാ. അന്നേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അവനോട് അറിഞ്ഞിട്ടാണോടാ ഇത്? അവൻ അറിഞ്ഞിട്ടാണ് അറിയാണ്ടാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ പണ്ട് മുതൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി കുടുംബത്തിലെല്ലാരും കൂടുമ്പോഴേ ഈ ജീനയും ഡോണി തമ്മിൽ മാറി സംസാരിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ല അവര് ചിലപ്പോ ആർത്തം വെച്ചായിരിക്കില്ല സംസാരിച്ചിട്ടുണ്ടാവുക. എന്നാലും നമ്മൾ സൂക്ഷിക്കാനുള്ള നമ്മൾ സൂക്ഷിക്കണം. എനിക്ക് ഇച്ചേച്ചിയാണ് വലുത്. ഞാൻ നിങ്ങളൊന്നാവണേക്ക് എത്ര സ്വപ്നം കണ്ടിട്ടില്ലെന്നറിയോ? ഇതിപ്പോ എന്താടാ ചെയ്യാ? ഒന്നുമില്ല, ഇച്ചേച്ചി എന്നെ മുൻകൈ എടുത്ത് നിങ്ങളുടെ ആരെങ്കിലും സ്പീഡപ്പ് ആക്കുക. സ്പീഡപ്പ് ആക്കണമെന്നൊക്കെ പറഞ്ഞോ? ഒരു സീനും ഇല്ല. നാളെ തന്നെ പോയി നമ്മൾ അപ്പനെ കാണുന്നു, കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു, തീരുമാനമാക്കുന്നു. അപ്പനെ കാണാൻ ഇങ്ങോട്ട് നോക്കി, ടെൻഷൻ അടിക്കല്ലേ. ഇച്ചേച്ചി വെറുതെ നിന്ന് തന്നാ മതി, ബാക്കിയെല്ലാം ഞാൻ ഏറ്റ്. ഞാൻ ഏറ്റുന്ന്. ആ എന്താടാ? എന്താ മോളെ പറയ്. എന്താടാ? എനിക്കറിയില്ല. മോളെ എന്താ കാര്യം പറയ്. അത് പിന്നെ അപ്പ ഞാൻ പറയുന്നോണ്ടൊന്നും തോന്നരുത്. കാര്യം പറയ്. ഞാനും ഡോണിയും തമ്മിൽ ഇഷ്ടത്തിലാണ്. എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച എങ്ങനെയാണ്? ഒരു പൊടിക്ക് അടങ്ങ്. അപ്പനിപ്പോ കബൂറാക്കും. ഇവളെ ഇങ്ങാട് കെട്ടിയെടുക്കുന്നു ഞാൻ അറിഞ്ഞ. എന്നാലും ഏത് നേരമായിരിക്കും എനിക്ക് ടീ പണി തന്നത്. അത് നമുക്കിപ്പോ നാട്ടില് മൊത്തം ശത്രുക്കളാണല്ലോ. അപ്പൊ ആരെയും വിശ്വസിക്കാൻ പറ്റില്ല.
അത് കറക്റ്റ്. അതാണ്. ഇതിപ്പോ എത്ര കാലമായി തുടങ്ങിയിട്ട്? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്റെ 10ാം ക്ലാസ് തുടങ്ങിയണ്ടപ്പാ. നീ ഉണ്ടായിരുന്നടാ 10 പഠിക്കുമ്പോഴൊന്നും അല്ലപ്പാ. ചെറുപ്പം മുതലേ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തില്ല. എനിക്ക് അവനില്ലാതെ പറ്റത്തില്ല. അവനും അങ്ങനെ തന്നെയാ. ഏതായാലും ഞാനവന്മാരുടെ അമ്മച്ചിയായിട്ടൊന്ന് സംസാരിക്കട്ടെ. പിന്നെ മോളുടെ വീട്ടുകാരുടെ കാര്യം നോക്കണമല്ലോ. ഓക്കെ, ഞാൻ പറയുന്നത് മനസ്സിലാണല്ലോ. എന്നാ പിന്നെ മോള് പോയിക്കോ. ശരിയപ്പാ. ഡാ നീ വെളിയിലോട്ട് കാട്ടാ, ഞാൻ കാണിച്ചു തരാം. അപ്പാ, ഞാൻ ഒരു കാര്യം പറയാം. ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. കാര്യം എനിക്കും പ്രായം തന്നെയാണല്ലോ. അതിന് അല്ല, അതിനൊന്നുമില്ല. സിമി വന്നിട്ട് പോ. സിമി, ദേ അപ്പനോട് ഞാൻ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാർണിവൽ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യത്തിലൊരു തീരുമാനത്തിലെത്തിക്കണം, കേട്ടല്ല? ഇത്തിരി ഫാസ്റ്റ് ആയി പോയില്ലേ സിമി? എനിക്കൊന്ന് പ്രിപ്പയർ ആവണ്ടേ? ഇത്രയും പ്രിപ്പറേഷൻ ഒക്കെ മതി. നിന്നൊക്കെ നേരത്തെ കിട്ടിയില്ലെങ്കിലേ ശരിയാവത്തില്ല. അവന്റെ ഒരു ഇളയപ്പന്റെ മോളും. നീ ഒത്തിരി പൊട്ടം വിളിക്കല്ലേ. ഞാനൊന്നും അറിയില്ല നീ വിചാരിക്കണ്ട. എന്റെ ഒരു ജീന ഇളയപ്പനും. ഏതിളയപ്പന്റെ മോള്? അപ്പ രണ്ടുപേരും നല്ല കട്ടൊക്കെയാണ്. ഈ പ്രേമമാണെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ ഒരു അപ്പനോട് മോൻ ഇതൊക്കെ എങ്ങനെ പറയണത്? എന്താണ്? എൻ്റെ അപ്പ രണ്ടുപേരും നല്ല ആഴത്തിലുള്ള ബന്ധത്തിലാണ്. എന്താ വെച്ചാ? ചിന്തിച്ചു നോക്കപ്പാ. റോബർട്ടേ, കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ട് പോടാ. ആഴത്തിൽ റോബർട്ടേ, എന്തായി? ഞാൻ ഒരു നമ്പർ ഇട്ടിട്ടുണ്ട്. അതിലപ്പ വീണവട്ട കോളടിച്ചല്ല മണവള. കൊച്ചു കള്ളൻ. അപ്പൻ ശരിക്കും സമ്മതിച്ചാ? ആടാ. ധോണി, ശരി ശരി. വണ്ടി എടുത്തടാതെ. അപ്പന്റെ സൗണ്ടിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാ? ഇല്ലടാ, സ്നേഹം കൊണ്ടായിരിക്കും. സ്നേഹമാണല്ലേ? ശരി ശരി. ശരി, വണ്ടി എടുക്ക്. വിട്ടു കാര്യം പറ. ധോണി, വണ്ടി എടുത്ത്. അപ്പനോട് പറയാൻ പറ്റാത്ത എന്ത് ബന്ധമാണ് നിനക്ക് അവളുമായിട്ടുള്ളത്? പറയണേ. My boy. കൊള്ളാലേ? ഓ നൈസ്. എല്ലാരും നൈസായിട്ട് ചെയ്തല്ലോ. നൈഫ് ബ്ലോഗ് സൂപ്പർ ആയിരുന്നു. കഴിയണ്ട. അപ്പൊ എന്നാ ഫുഡ് കഴിക്കാം അല്ലേ ടോമി? പിള്ളേരെ നോക്കണോട്ടോ. ഓക്കെ മാസ്റ്റർ. അപ്പൊ ഫീ ക്ലോസ്. മാസ്റ്റർ പിള്ളേരൊക്കെ ഇറക്കിണ്ടല്ലേ? എടാ അതെ, നമുക്ക് നൈസായിട്ട് ഫുഡ് അടിച്ചാലോ? വന്നല്ല. എവിടെ പോയി കിടക്കണായിരുന്നു? എന്താ ഈ കലാപരിപാടികളൊക്കെ കഴിഞ്ഞാ? മിനിമോളുടെ നൃത്തനാട്യങ്ങളാണ്. എന്ത് പിടിച്ചില്ല അവന്? സിമിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇറങ്ങാൻ ലേറ്റായത്. അപ്പൊ കാര്യങ്ങളൊക്കെ സെറ്റായ? നൂറ് കഴിഞ്ഞപ്പോ തന്നെ പിടിച്ച് കെട്ടിക്കാനാണ് തീരുമാനം. പൊള്ളി. അത് കഴിഞ്ഞിട്ട് വേണം എന്റെയും മിനിയുടെയും കാര്യം അപ്പനോട് ഇതുപോലെ എന്നൊന്ന് അവതരിപ്പിക്കാൻ. എറണാകുളത്ത് ജോലി സെറ്റാക്കണം. അപ്പം പറയണ പോലെ എന്റെ ഹോട്ടൽ മാനേജറിനോട്ടം വെറുതെ വേണ്ട. ഇപ്പൊ നന്നാവാൻ തീരുമാനിച്ചാ? സ്വന്തമായിട്ടൊരു ജോലി ഉണ്ടെങ്കിലേ അപ്പന്റെ മുമ്പിൽ ഒരു വിലയാവും, അവളുടെ മുമ്പിൽ ഒരു പവറോ. എന്താ ചെക്കന്റെ പ്ലാനിങ്? ഒന്നും നടക്കാൻ പോണില്ലേ? അവളുടെ പരിപാടി തുടങ്ങാറായി. ഞാൻ ഒരു ഓൾ ദ ബെസ്റ്റ് കൊടുത്തിട്ട് ഓൾ ദ ബെസ്റ്റ് കൊടുത്തിട്ട് ആ കൊച്ചിന്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയണ്ട. താന്ന് പോടും. ചെല്ലേ.